നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ കൊള്ള നടക്കുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ശബരിമലയ്ക്ക് പിന്നാലെ ഗുരുവായൂരും സമാനമായി ഒരു കൊള്ള നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വാർത്തകൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരുവായൂരിലെ ഓഡിറ്റ് സ്വത്ത് ദുരുപയോഗത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തുവിടുന്നത്. ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശബരിമലയിലെ ആസൂത്രിത മോഷണവും കൊള്ളയും കോടതിക്ക് മുന്നിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുരുവായൂർ വിവരം കൂടി മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ റിപ്പോർട്ട് ആദ്യം പങ്കുവച്ചിരിക്കുന്നത്. അതനുസരിച്ച് ആനക്കൊമ്പ് വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വർണ്ണ, വെള്ളി തുടങ്ങിയ ഭഗവാന്റെ സ്വത്തുകളൊക്കെ പലയിടത്തും കാണാതായിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, വളരെ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ, സമ്മാനങ്ങൾ, കാണിക്കയായും മറ്റും ഭഗവാന് ഭക്തർ നൽകാറുണ്ട്. ദേവസ്വത്തിൻ്റെ തുടർച്ചയായ ഓഡിറ്റുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു വരെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സംബന്ധിച്ചുള്ള കണക്കിൻ്റെ രേഖകൾ കൃത്യമായി ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രേഖ അനുസരിച്ച് ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ അത് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓഡിറ്റ് വകുപ്പിൻ്റെ 2019-20, 2020-21 ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതാരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുനത്തൂർ കോട്ട സങ്കേതത്തിൽ ആനക്കൊമ്പുകൾ കൈകാര്യം ചെയ്തതിലൊക്കെ ഉണ്ടായിരിക്കുന്നത് വലിയ പിഴവാണ്. കാരണം 2019-20 ഓഡിറ്റ് പറയുന്നതനുസരിച്ച് ആ വർഷം ആനക്കൊമ്പ് വെട്ടിമാറ്റലും ആനക്കൊമ്പ് കൈകാര്യം ചെയ്യുന്നതും അനുസരിച്ച് ഇത് സൂക്ഷിക്കുന്നിടത്ത് 522 കിലോഗ്രാം ഉണ്ടാകേണ്ടിയിരുന്ന ആനക്കൊമ്പ് ഇതൊന്നും നിയമപ്രകാരം വനം വകുപ്പിന് കൈമാറിയിട്ടില്ല. പിന്നെ ഇതൊക്കെ എവിടെ പോയി? 2019 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള സമയത്ത് 505 കിലോഗ്രാം, സെപ്റ്റംബർ 26, 2019 ഇനി 14.18 കിലോഗ്രാം സെപ്റ്റംബർ 19, 2.5 കിലോഗ്രാം 2018-19 ബാലൻസ് 730 ഗ്രാം 2019 ഏപ്രിൽ 22 എന്നിങ്ങനെ പലതരത്തിലുള്ള കണക്ക് പുറത്തു വരികയാണ്. അങ്ങനെ പല തൂക്കമുള്ള കൊമ്പുകളും ആനക്കൊമ്പിൻ്റെ കഷ്ണങ്ങളും ഒക്കെ നീക്കം ചെയ്യുകയോ രേഖകളില്ലാതെ കൈവശം വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്, വെച്ച് അനുഭവിച്ചു പോരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓഡിറ്റ് പറയുന്നതനുസരിച്ച് വനങ്ങളുടെ അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ കത്ത് അനുസരിച്ച് 10 ദിവസത്തിനുള്ളിൽ ദേവസ്വം തങ്ങളുടെ കൈവശമുള്ള ആനക്കൊമ്പുകളുടെ വിശദാംശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വിവരം കൊടുത്തിട്ടില്ല. ആനക്കൊമ്പ് വനം വകുപ്പിനും കിട്ടിയിട്ടില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആനക്കൊമ്പ് ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിലെ ചട്ടലംഘനത്തിൻ്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴത്തെ ബോർഡിൻ്റെ കാലാവധിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നമെന്നാണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പറയുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതി ചുമതല ഏറ്റെടുത്തതിന് തൊട്ട് മുമ്പുള്ള വിഷയമാണ് ഈ പറയുന്നത്. കോടതിയുടെ മുമ്പാകെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ദേവസ്വം മറുപടിയും കൊടുത്തു. 2022 മുതൽ ദേവസ്വത്തിൽപ്പെട്ട 6 ആനകളാണ് ചരിച്ചത്. ആ കേസൊക്കെ വനംവകുപ്പിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലും. ആനക്കൊമ്പ് ഒരിക്കലും ഞങ്ങൾക്ക് കൈമാറിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കൂ. ഓഡിറ്റ് റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ അതിന് വളരെ മുമ്പുള്ള ഒരു കാലഘട്ടത്തെയാണ് പറയുന്നതെന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് പറയുന്നത്, ഗുരുവായൂർ ദേവസ്വം വകുപ്പ് പറയുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദൈനംദിന ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വർണവും വെള്ളിയും അടക്കം കണ്ടെത്തുന്ന ഡബിൾ ലോക്ക് രജിസ്റ്ററിൽ ഓഡിറ്റ് നടത്തിയ പരിശോധനയിലും പൊരുത്തക്കേടുകളാണ് കണ്ടെത്തുന്നത്. ഉപയോഗിച്ച് പലതും തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി കൊടുത്തതൊക്കെയോ ഭാരം കുറഞ്ഞിരിക്കുന്നു. 10 മാസത്തിനുള്ളിൽ ഒരു വെള്ളിപ്പാത്രം 1.19 കിലോഗ്രാമാണ് ഭാരം കുറഞ്ഞത്. ഒരു വിളക്ക് 100 കണക്കിന് ഗ്രാം ഭാരമാണ് കുറഞ്ഞിരിക്കുന്നത്. പല സമയത്ത് തിരികെ കൊടുത്തത് അതുപോലും ആയിരുന്നില്ല എന്ന് വേണം ഇതിന് പകരം മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണ കിരീടത്തിന് പകരം വെള്ളി ആഭരണവും 2.65 കിലോഗ്രാം വെള്ളിപ്പാത്രത്തിന് പകരം 750 ഗ്രാം മാത്രം ഭാരമുള്ള മറ്റൊന്നും ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊക്കെ ആരാണ് മാറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് മറ്റു ചോദ്യമൊന്നും തന്നെ ഉണ്ടാകാത്തത്? ഇത്തരത്തിലുള്ള സംശയമാണ് പലരും പങ്കുവച്ചിരിക്കുന്നത്. ഭക്തർ സമർപ്പിച്ച ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന 17 ചാക്ക് മഞ്ചാടിക്കുരു അതുപോലും കാണാതായിരിക്കുന്നു. കിലോയ്ക്ക് 100 രൂപ ലേലം ചെയ്ത ചാക്കുകൾ ലേലം കൊണ്ടയാൾ കൊണ്ടുപോയിട്ടുമില്ല. അത് സൂക്ഷിച്ചു വെച്ച് പിന്നീട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഒരു ദേവസ്വം ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയി. ഈ ദൃശ്യം CCTVയിലുണ്ട്. മറ്റാവശ്യങ്ങൾക്ക് സ്ഥലം കാലിയാക്കാൻ ചാക്കുകൾ അടുത്തുള്ളൊരു ഗോഡൌണിലേക്ക് മാറ്റിയെന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. പക്ഷേ അതെവിടെ കൊണ്ടുപോയി, ആരാണത് സൂക്ഷിച്ചത്, മറ്റ് വിവരങ്ങൾ ലേലം നടത്തിയോ, അങ്ങനെ ഒന്നും തന്നെ വ്യക്തതയില്ല.
വലിയ സംഭാവനകളും വിലപ്പെട്ട വഴിപാടുകളും ഔദ്യോഗിക രജിസ്റ്ററിൽ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഭഗവാൻ എന്ന രീതിയിൽ ഭക്തർ കൊടുക്കുന്നത് ആരാണ് വെച്ച് അനുഭവിക്കുന്നത്? ആരാണ് ഇതൊക്കെ കടത്തിക്കൊണ്ടുപോകുന്നത്? ചെമ്പ്, വെങ്കലം, പഞ്ചലോഹ വസ്തുക്കളുടെ കണക്കെടുപ്പ് 2016 മുതൽ നടക്കുന്നില്ല. പാലക്കാട് സ്വദേശിയായ ഒരു ഭക്തൻ 2022 സമർപ്പിച്ചത് ഏകദേശം 15 ലക്ഷം രൂപ വിലമതിക്കുന്നതായിട്ടുള്ള 2 ടൺ ഭാരമുള്ള 4 കാതുള്ള വെങ്കല പാത്രം ക്ഷേത്രത്തിൽ കിട്ടിയതായിട്ടുള്ള രസീത് പോലും അവർക്ക് കൊടുത്തിട്ടില്ലെന്നും രജിസ്റ്ററിൽ വസ്തു രേഖപ്പെടുത്തുകയോ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയെങ്കിലും പക്കൽ അത് ഏൽപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ലെന്നും പറയുന്നു. ക്ഷേത്രം തന്നെ കിലോയ്ക്ക് 1.47 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന കശ്മീരി കുങ്കുമം, അതുപോലുള്ള വിലയേറിയ വസ്തുക്കൾ ഭക്തർ പതിവായി തന്നെ ക്ഷേത്രത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ഒരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കൈവശം വയ്ക്കുന്ന ഒരു വ്യക്തിഗത രജിസ്റ്ററിൽ ചേർക്കുക എന്നതല്ലാതെ മറ്റ് നടപടിയൊന്നും തന്നെയില്ല. അതിന് രസീത് നൽകാത്തത് കൊണ്ട് ഓഡിറ്റ് പരിശോധനയിൽ നിന്നും കണ്ണുവെട്ടിക്കാനും കഴിയുന്നു. ഇതിൻ്റെ വിവരങ്ങളൊന്നും തന്നെ വിവരമെന്നല്ല, ആ സ്ഥിതി വിവരം പോലും കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.